السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل المرسلين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മെ പരിപാലിക്കുന്നത്, നമുക്ക് ഓക്സിജൻ നൽകുന്നത്, റിസ്ക് നൽകുന്നത്, ആഫിയത്ത് നൽകുന്നത് എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആ അള്ളാഹുവിനെയാണ് മുഅ്മിനീങ്ങൾ ഏറ്റവും കൂടുതൽ ഹുബ്ബ് വെക്കേണ്ടത്. ആ അള്ളാഹു തന്നെയാണ് അവൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റസൂലാക്കി നമ്മിലേക്ക് നിയമിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ പോലെ ഒരു സൃഷ്ടിയുമില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹിനെ പോലെ ഒന്നുമില്ല, ഒരു നബിയുമില്ല, വലിയുമില്ല, ആരുമില്ല. ആരും പടച്ചവനല്ല, അള്ളാഹു മാത്രമാണ് പടച്ചവൻ. അവർ മാത്രമാണ് ഇബാദത്ത് എന്ന അർഹതപ്പെട്ട ആൾ. വേറെ ആൾക്കും നമ്മളെ ഇബാദത്ത് ചെയ്യുന്നില്ല. പിന്നെ മറ്റുള്ളവരൊക്കെ നമ്മൾ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയാണ് ചെയ്യുന്നത്. ആരാധനകളൊക്കെ അള്ളാഹുവിന് മാത്രം എന്ന് വിശ്വസിക്കുന്നവരാണ് നാം മുസ്ലിമീങ്ങളെല്ലാവരും. അങ്ങനെ തന്നെ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികളായ ആളുകൾ അവർ അള്ളാഹുവിനെ ഏറ്റവും കഠിനമായി, ഏറ്റവും അധികമായി സ്നേഹിക്കുന്നവരാണോ? മറ്റ് ദൈവങ്ങളെയോ മറ്റ് ഏത് വസ്തുവായാലും അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നത് അള്ളാഹുവിനെയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ഖുൽ, നബിയെ തങ്ങൾ പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടം വെക്കുന്നുണ്ടോ? എന്നാൽ എന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. അള്ളാഹിൻ്റെ റസൂൽ പറയണം. പിന്നെ ഖുൽ എന്ന് പറഞ്ഞതിന് ശേഷമുള്ളത് അള്ളാഹിൻ്റെ റസൂൽ പറയുകയാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കായിട്ട് പറയുകയാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ മഹബത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം. ഞാൻ പറഞ്ഞത് കേൾക്കണം, ഞാൻ കൽപ്പിച്ചത് ചെയ്യണം, ഞാൻ വിരോധിച്ചത് വെടിയണം. അങ്ങനെ എന്നെ ഫോളോ ചെയ്യണം. എന്നാ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ മഹബത്ത് ഇങ്ങോട്ടും വെക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു തആല നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹബത്ത് കിട്ടണമെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിനെ പിൻപറ്റി ജീവിക്കണം എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതൊന്നും ചെയ്യാതെ, അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞതൊന്നും ചെയ്യാതെ, ഇപ്പം അള്ളാഹിൻ്റെ റസൂൽ റസൂലിൻ്റെ വകയായിട്ട് പറയുന്നതല്ല. അള്ളാഹുവിൻ്റെ ഖുർആനിൽ തന്നെ കാണാം, മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. വല്ലവനും റസൂലിന് വഴിപ്പെട്ടാൽ അവൻ തീർച്ചയായും അള്ളാഹിനെ വഴിപ്പെട്ടു. അപ്പം അള്ളാഹുവിനെ വഴിപ്പെട്ടും പോലെ തന്നെയാണ് അള്ളാഹിൻ്റെ റസൂലിനെ വഴിപ്പെടുന്നത്. അള്ളാഹിൻ്റെ റസൂലിനെ വഴിപ്പെട്ടാൽ അള്ളാഹിനെ വഴിപ്പെടലായി, അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കലായി. കാരണം വമാ യന്തിഖു അൻ ഹവ,
ഒന്നും തടിയിച്ചുകൊണ്ട് സംസാരിക്കാറില്ല. വമാ യൻതിഖു അൻ ഹവാ ഇല്ലാ ഹുവ വഹ്യുൻ യൂഹാ. എല്ലാം അള്ളാഹു തആല സന്ദേശം കൊടുത്തിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത്. തടിയിച്ചക്കനുസരിച്ചൊന്നും പറയാറില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റി ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മഹബത്തുണ്ടാവും. വേറൊരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു തന്നെ പറഞ്ഞതായിട്ട് കാണാം, ഞാൻ അവൻ്റെ മേൽ ഫർളാക്കിയതിനേക്കാണ് അഹബ്ബായ ഒരു കാര്യം വേറെ ഇല്ല. എന്താണ് അള്ളാഹു തആല നമ്മളെ മേൽ ഫർളാക്കിയത്? അത് ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. പിന്നെ അതിൻ്റെ പുറത്ത് ഫർളുകൾക്ക് പുറത്ത് സുന്നത്തുകൾ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നു അതിനനുസരിച്ച് അള്ളാഹുവിലേക്ക് അവൻ അടുത്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ ഹദീസ് സുപ്രസിദ്ധമാണ്. അങ്ങനെ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മഹബത്ത് ഇങ്ങോട്ടും നേടിയെടുക്കാൻ കഴിയും. അള്ളാഹിനെ മഹബത്ത് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ അവകാശവാദം കൊണ്ട് മാത്രമായില്ല, അള്ളാഹു റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കണം എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഒരു സഹാബിൻ്റെ ഒരു മഹബത്തിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ നമ്മളെ മഹബത്ത് എവിടെ കിടക്കണം എന്നപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. വന്നപ്പോൾ ആകെ നിറമാകെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ശരീരം പറ്റ മെലിഞ്ഞ് ക്ഷയിച്ചിരിക്കുന്നു. മുഖത്ത് നോക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ പോലെ തോന്നുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സൗബാൻ മാ ഗയ്യറ ലൗനക്, സൗബാൻ എന്ത് പറ്റിപ്പോയി, എന്തെങ്ങനെയുള്ളൊരു മാറ്റം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ് മാ ബി ദുർറുൻ വലാ വജഅ, എനിക്ക് ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസമില്ല, വേദനയും വരുത്തൊന്നുമില്ല. പിന്നെന്താണ് എൻ്റെ പ്രശ്നം എന്നറിയോ? തങ്ങളെ ഹദറത്തിൽ ഇവിടെ കാണുമ്പോൾ എനിക്ക് മനസ്സിന് വളരെ സന്തോഷമാണ്. തങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ എൻ്റെ തങ്ങളെ സദസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോ ഒരു ഭയങ്കര പ്രയാസം, ടെൻഷൻ. അങ്ങനെ ടെൻഷൻ വരുമ്പോൾ ഞാനെന്ത് ചെയ്യും? തങ്ങളുടെ അടുത്ത് വന്ന് വീണ്ടും തങ്ങളെ കാണും. അപ്പം എൻ്റെ ആ ടെൻഷൻ മാറും. ഇപ്പം ഞാൻ അങ്ങനെ ഇരിക്കുന്നത് ആലോചിക്കുമ്പോൾ ആഖിറത്തിലെത്തിയാൽ ഇപ്പം എന്തായിരിക്കും അവസ്ഥ? ആഖിറത്തിനിങ്ങനെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ തങ്ങളൊക്കെ കാണാൻ പറ്റൂലല്ലോ എനിക്ക്. കാരണം തങ്ങൾ സ്വർഗത്തിലെ ഉന്നതമായ പദവിയിലായിരിക്കും മറ്റമ്പിയാക്കളോടുകൂടെ. ഞാൻ ഈ സ്വർഗത്തിൽ കടന്നാൽ തന്നെ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും. പിന്നെ എങ്ങനെ തങ്ങളെ ഞങ്ങൾക്ക് കാണാൻ പറ്റും എന്ന സങ്കടത്തിൽ, ആ ടെൻഷനിൽ എൻ്റെ ഈ ശരീരമൊക്കെ മെലിഞ്ഞ് ഈ കോലത്തിലായതാണ് എന്ന് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമുക്കെന്താ തോന്നുന്നത്? എത്രയാണ് അവരുടെ കൽബിൻ്റെ അകത്തുള്ള മഹബത്ത് റസൂലിനോട്. റസൂലിനെ കാണാൻ പറ്റാത്തതിലുള്ള വിഷമം എത്രയുണ്ട്. ദുനിയാവിൽ വെച്ച് കാണാൻ പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും സൗകര്യപ്പെടുമ്പോൾ പോയി കാണാം. ആഖിറത്തിൽ ചെന്നിട്ട് പിന്നെ എവിടെ വെച്ച് കാണാനാണ്? സ്വർഗത്തിൽ കടന്നാൽ പിന്നെ അത് ഉന്നത പദവിയിലായിരിക്കൂലേ. ഞാൻ സ്വർഗത്തിൽ കടന്നു നോക്കാം, എന്നാൽ തന്നെ തങ്ങളെ കാണാൻ പറ്റൂലല്ലോ എന്നുള്ള ആ സങ്കടമാണ് പറയുന്നത്. അപ്പം അത്രക്കും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇടം നൽകിയിരിക്കുകയാണ് അള്ളാഹിൻ്റെ ഹബീബിന്. ആ ഹബീബിനെ കാണാത്തതിലുള്ള വിഷമം കൊണ്ടാണ് ശരീരം മെലിഞ്ഞ് കോലത്തിലായത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ഒന്നും ഉടനെ പ്രതികരിച്ചില്ല. അങ്ങനെ വഹി ഇറങ്ങുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ എന്ന് വഹി ഇറങ്ങിയപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗബാൻ എന്നവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം?
വമൻ യുതിഇല്ലാഹ വറസൂൽ, വല്ലവനും അല്ലാഹുവിനും അല്ലാഹുവിൻ്റെ റസൂലിനും വഴിപ്പെടുന്നുണ്ടെങ്കിൽ ഫഉലൈക കൂട്ടക്കാർ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു തആല അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളോട് കൂടെയാണ്. അവരാരൊക്കെയാണ് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞവർ? മിനൻ നബിയീന, അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, അവരോടൊപ്പമാണ്. വഹസുന ഉലൈക റഫീഖ, അവരാണ് കൂട്ടുകൂടാൻ ഏറ്റവും പറ്റിയ ആളുകൾ, നല്ല ആളുകൾ അവരാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞു. അത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് അള്ളാഹിനെയും റസൂലിനെയും ഭയപ്പെട്ട് ആര് ജീവിക്കുന്നുണ്ടോ അവർക്ക് അള്ളാഹിൻ്റെ നബി റസൂലിനെ ആഖിറത്തിൽ വെച്ചും കാണാൻ പറ്റും എന്നാണ് ഈ ആയത്തിലൂടെ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് സൗബാൻ റളിയല്ലാഹു മാത്രം ബാധകമായതല്ല, നമുക്കെല്ലാവർക്കും ബാധകമായതാണ്. അള്ളാഹിനും റസൂലിനും ഭയപ്പെട്ട് ജീവിക്കണം, അവർ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അവസാനം ആഖിബത്ത് നന്നായി മരണപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയായാലും അള്ളാഹിൻ്റെ റസൂൽ, മറ്റുള്ള അമ്പിയാക്കൾ, സാലിഹീങ്ങളുടെ കൂടെ നമുക്കും കൂടാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത് നമുക്ക് സംവദിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. എൻ്റെ ഹബീബിനെ റബ്ബേ ആഖിറത്തിൽ വെച്ച് കാണാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവരുടെ കൂട്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അവരോടൊപ്പം ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും സ്വർഗ്ഗലോകത്തെത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവരോടുള്ള മഹബത്ത് ഞങ്ങളെ കൽബിൽ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ, അവർക്കൊക്കെ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്കെല്ലാം റബ്ബേ നീ സ്വർഗം നൽകണേ അല്ലാഹ്. ബർസഖിയായ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.